Speculation and concern about who or what is behind those drones in New Jersey continues to grow. It has some people living in fear, with civilians and even some lawmakers wondering if a hostile foreign government is behind the flying objects. Fox 5's Teresa Priolo joins us live from Summit, New Jersey tonight with the very latest. Teresa. ഹായ്, ഫേസ്ലെസ് ആണ്. ഈ വർഷത്തിലെ ഏറ്റവും ക്രേസിയസ്റ്റ് ഇവന്റ് ഒരു പക്ഷേ ഇതായിരിക്കും. ഒരു കാറിന്റെ വലിപ്പമുള്ള എന്തോ ഒന്ന് നമ്മുടെ വീടിന് മുകളിലൂടെ പറന്നു നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇത് പോലീസിൽ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പോലീസും ശരിവെക്കുന്നു. പക്ഷേ പോലീസും ക്ലൂലെസ് ആണ്. ആകാശത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഗവൺമെന്റിന് ഇത് എങ്ങനെ അറിയാതിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ ഇത് സത്യമാണ്. ഇത് നടക്കുന്നത് ഇന്ത്യയിലല്ലെന്നേ ഉള്ളൂ, അമേരിക്കയിലാണ്. നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഹോളിവുഡ് സിനിമകളിൽ മാത്രമല്ലേ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാദ്യമായിട്ടാവും ഇതുപോലെ ഒരു സംഭവം ശരിക്കും ജീവിതത്തിൽ നടക്കുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമാണ് സമാനമായ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. Okay, so about a week ago I started seeing them more on a daily basis, mainly just like a white light that would sit in a place and then after a few minutes move left to right, up and down, just these very slow motions. And then they would just go away. ഒരു രാത്രിയിൽ ഏകദേശം ഇതുപോലെയുള്ള 180 സൈറ്റിംഗ്സ് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 180 നിഗൂഢമായ ഡ്രോണുകൾ ആകാശത്തൂടെ പറന്നു നടക്കുന്നു. ഈ ഡ്രോണുകൾ ഇതിനി ഡ്രോണുകളാണോന്ന് തന്നെ ആർക്കും ഉറപ്പുമില്ല. ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലുമുള്ള ആളുകൾ ഇത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. അപ്പോൾ ഇത് എന്താണ് സംഭവം, ഇത് ശരിയാണോ എന്നറിയാൻ ഞാനും കുറെ റിസർച്ചുകളൊക്കെ നടത്തി നോക്കും. 2 ആഴ്ചയായി ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഈ ഡ്രോൺ ഷോസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ. പക്ഷെ ഇതിന്റെ വലിപ്പം ഒരു ഡ്രോണിന്റെ വലിപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു SUV കാറിന്റെ വലിപ്പം വരെ വരും. ഇതിന് ചുവപ്പും പച്ചയും നിറമുള്ള ലൈറ്റുകളുണ്ട്. കുറെ പേര് ശ്രദ്ധിക്കുന്നു എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവ ഈ ലൈറ്റുകൾ ഓഫ് ആകും. അതായത് ഈ ഡ്രോണിലെ ഈ ചുവപ്പും പച്ചയുമുള്ള ലൈറ്റുകൾ മൊത്തത്തിൽ ഓഫായി പോകും. നമ്മൾ ഇങ്ങനെ ആകാശത്ത് പേടിപ്പെടുത്തുന്ന ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഓഫായി പോവുകയാണെങ്കിൽ കൂടുതൽ പേടിക്കുകയല്ലേ ചെയ്യുക. ഇത് തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ആകാശത്ത് ഇത്തരം പല വസ്തുക്കളും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതെല്ലാം ഒരേ പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. ന്യൂജേഴ്സിയിലെ സൈനിക ബേസിന്റെയും എയർപോർട്ടിന്റെയും മറ്റ് സെൻസിറ്റീവ് സ്പോട്സിന്റെ എല്ലാം മേലെ കൂടി ഇത് യഥേഷ്ടം പറന്നു നടക്കുന്നുണ്ട്. ഈവൻ ട്രംപിന്റെ ഗോൾഫ് കോഴ്സിന്റെ മുകളിൽ കൂടി വരെ പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. Something strange is going on. For some reason, they don't want to tell the people, and they should, because the people are really, I mean, they happen to be over Bedminster. Want to know the truth? They're very close to Bedminster. I think maybe I won't spend the weekend in Bedminster. I've decided to cancel my trip. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ ഡ്രോൺ സൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 4 നിന്ന് 200 ആളുകളായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു തവണ പറക്കാൻ തുടങ്ങിയാൽ രാത്രി മുഴുവൻ പറക്കും. ഏകദേശം 6-7 മണിക്കൂർ വരെ ആകാശത്ത് ഇതിങ്ങനെ പറന്നു നടക്കും. ഈ ഡ്രോണുകൾക്ക് 24 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത്രയും ടെക്നോളജിയിലുള്ള ഒരു ഡ്രോണും അതും ഈ സൈസിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇത് എന്താണെന്നതിനെ കുറിച്ച് പല തിയറീസും ഇതിനോടകം വന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെറും കള്ളത്തരമാണെന്നും ന്യൂജേഴ്സി തീരത്തിനടുത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ സൂക്ഷ്മമായ രൂപത്തിൽ ചെറിയ ഡ്രോണുകൾ പറക്കുന്നുണ്ട് എന്നുമാണ് പലരും പറയുന്നത്. എന്താണെങ്കിലും അതില്ല എന്ന് ആരും പറയുന്നില്ല. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ FAA ഈ പ്രദേശങ്ങളിലെ എയർ സ്പേസിൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. FBI ഏകദേശം 5000 പൊതുവായ റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ 100 പേർക്ക് മാത്രമാണ് വിശ്വാസയോഗ്യമായ രീതിയിൽ സൈറ്റ് സീയിങ് കിട്ടിയിട്ടുള്ളത്. ഫെഡറൽ ഉദ്യോഗസ്ഥർ ഇവ ദേശീയ സുരക്ഷയിലോ പൊതുജന സുരക്ഷയിലോ ഭീഷണിയല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഭയങ്കരമായിട്ട് ഭയന്നിരിക്കുകയാണ്. ഡ്രോൺ വരുന്ന ഉത്ഭവവും അതിന്റെ ലക്ഷ്യങ്ങളും ഒന്നും ആർക്കും നിശ്ചയമല്ല. FAA ഡ്രോണുകൾക്കായി റിമോട്ട് ID സാങ്കേതിക വിദ്യ ആവശ്യമാണ് ഇത് കണ്ടുപിടിക്കാൻ. എന്നാൽ ന്യൂജേഴ്സിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും അത് പൂർണ്ണമായി നടപ്പിലാക്കാത്തതിനാൽ ഇതിന് പ്രാദേശിക പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള തിയറീസും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ചൈനയുടെ ഡ്രോൺ ആകാമെന്നാണ് ഒരു കണക്ക്. അതായത് ഇതിനു മുമ്പ് ചൈന ഒരു ബലൂണ് അതിർത്തി കടത്തി ഇങ്ങോട്ട് വിട്ടിരുന്നു, അതായത് അമേരിക്കയിലോട്ട്. അതുപോലെ എന്തെങ്കിലും ആകാമെന്ന് കുറെ പേര് വിശ്വസിക്കുന്നു. മറ്റു ചിലര് റഷ്യയുടെ മദർഷിപ്പ് ആയിരിക്കാം, അതായത് വാറിന്റെ മദർഷിപ്പ് ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. വേറെ ചിലര് നോർത്ത് കൊറിയയിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകളാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് കൂടാതെ തന്നെ വേറെ ചിലർ വിശ്വസിക്കുന്നുണ്ട് ആപ്പിൾ, ആമസോൺ മുതലായ കമ്പനികളുടെ
പരസ്യമാണ്. ഇനിയും വേറൊരു സംഭവം ഇതിനെ അടിസ്ഥാനമാക്കിയുണ്ട്. അതായത് UFO ആണെന്ന്, അതായത് ഏലിയൻസിന്റെ വരവാണ് ഇതെന്ന്. കാരണം 2024-25 ആകുമ്പോഴേക്കും ഏലിയൻസ് വരുമെന്നുള്ള പ്രവചനങ്ങള് പണ്ടേ ആരൊക്കെയോ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏലിയൻസിന്റെ പേടകങ്ങളായിട്ടും ഇതിനെ കാണുന്നവരുണ്ട്. എന്താണെങ്കിലും അവിടുത്തെ പോലീസ് ഇനി ഡ്രോൺ കാണുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ അവിടുത്തെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഇത് അവരുടെ അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകും എന്നാണ് പറയുന്നത്. ജനങ്ങൾ പേടിക്കുന്നത് ഇതിനെയും ആരെങ്കിലും ചാരപ്രവർത്തനത്തിന് വിട്ടതാണോ എന്നാണ്. പക്ഷേ ഗവൺമെന്റ് ഉറപ്പിച്ചു പറയുന്നുണ്ട് രാജ്യത്തിന്റെ മേലെ ഒരു ഭീഷണിയും ഇല്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഡ്രോൺ സൈറ്റിങ്ങും UFOയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇക്കാര്യം സംബന്ധിച്ച ചർച്ചകളും കുറെ തിയറീസുകളും ഇപ്പോഴും തുടരുന്നുണ്ട്. കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഡ്രോണുകൾ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ നേവി ഇവരൊക്കെ സ്വകാര്യ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിടുന്നതായിരിക്കാമെന്നാണ്. അതായത് പ്രത്യേക സ്ഥലങ്ങള്, കടൽ തീരം, പ്രധാനപ്പെട്ട കെട്ടിടങ്ങള് ഇവയൊക്കെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് വിട്ടതായിരിക്കാം. അതും അല്ലെങ്കിൽ പിന്നെ സാധ്യതയുള്ളത് എന്തെങ്കിലും ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി പരീക്ഷിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ വിടുന്നതായിരിക്കാം. ഇതല്ലെങ്കിൽ പിന്നെ സാധ്യതയുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കള്ളക്കടത്ത്, ചാരപ്രവർത്തനം, അനധികൃത പ്രവേശനം, അതിനുവേണ്ടിയൊക്കെ ഡ്രോണുകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഹോബി ആയിട്ടൊക്കെ ആൾക്കാർ ഡ്രോണുകളെ യൂസ് ചെയ്യാറുണ്ട്. ഡ്രോണുകൾ കൈവശമുള്ളവര് അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ശ്രദ്ധ നേടാൻ വേണ്ടിയൊക്കെ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഡ്രോണുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ടെക്നോളജിയിലൊക്കെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഹോബിയായിട്ടും വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇതിന്റെ കാരണം കണ്ടെത്തുന്നതിൽ ഇതുവരെ ഗവൺമെന്റ് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഗവൺമെന്റിന്റെ ആയാലും നാട്ടുകാരുടെ ആയാലും ഗവൺമെന്റ് ഉത്തരം തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന വെല്ലുവിളി. അതില് മെയിൻ ആയിട്ടുള്ളത് പല ഡ്രോണുകളും റിമോട്ട് ID ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ഒന്നും ഉടമസ്ഥനെ കണ്ടെത്താൻ പറ്റുന്നില്ല. പരിമിതമായ വിവരങ്ങളാണ് ഇതിനെക്കുറിച്ച് കിട്ടുന്നതെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതായത് അവിടുത്തെ ലോക്കൽ പോലീസ് ഉൾപ്പെടെ പലർക്കും ഡ്രോൺ പ്രവർത്തനങ്ങൾ വിശദമായി പരിശോധിക്കാൻ വേണ്ട സാങ്കേതിക വിദ്യയില്ല. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ ഇതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കാം. ഗവൺമെന്റ് തന്നെ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് വിടുന്ന ഡ്രോണുകളാണെങ്കിൽ അവരത് രഹസ്യമാക്കി വെക്കുന്നതുമായിരിക്കാം. എന്താണെങ്കിലും ഓഫീസേഴ്സ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതുവരെ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാര് ഏലിയൻസിൽ തന്നെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ.